ഇത് ഇവിടെ സ്ഥിരമായിട്ടുള്ള കമ്പിയാണോ ഇത്? അറിയില്ല, നമ്മളറിയില്ല. നമ്മളിങ്ങോട്ട് ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരവില്ല, ഇങ്ങോട്ട് വരാറില്ല. നിങ്ങൾ ഇത് മുമ്പ് ഈ വൈദ്യുതി കമ്പി കണ്ടിട്ടില്ല? ഇല്ലല്ലേ. ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണെന്നറിയോ? അവിടെ ഒരു ഇയാളെ പേര് നമുക്ക് അറിയില്ല, സ്വകാര്യത്തിന്റെ സ്ഥലമാണ് ഇത്. അദ്ദേഹം സ്ഥാപിച്ചതാണോ അങ്ങനെ എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് അത്ര ധാരണയില്ല. അതായത് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളാണ്, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അദ്ദേഹം സ്ഥാപിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഒരുപക്ഷെ ഇവിടെ നേരത്തെ വന്യമൃഗ ശല്യമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. അത് നേരത്തെ ആ രീതിയിൽ ഈ ഭാഗത്തു നിന്നൊക്കെ വന്യമൃഗശല്യം, കാട്ടുപന്നിയുടെ അടക്കം ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വെച്ചതാണോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയമായിട്ട് പറയുന്നത്. നിങ്ങൾ ഇവിടെയുള്ള ആളാണോ? അല്ല, ഇവിടെയുള്ള ആളല്ല. ഈ അപകടം അറിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് പല ഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നുമുണ്ട്. എന്തായാലും ഒരു ഗുരുതരമായ വീഴ്ച ഇതിലുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ അതിലപ്പോഴും എടുത്തു പറയേണ്ടത്, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണെങ്കിൽ പോലും എങ്ങനെയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ അറിവോടു കൂടിയാണോ ഇങ്ങനെയൊരു വൈദ്യുതി കെണി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് വൈദ്യുതി കെണി ഇവിടെ വന്നത്? അത് കാട്ടുപന്നി അടക്കമുള്ള മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം തന്നെ ചെയ്തതാണോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതാണ് പരിശോധിക്കേണ്ടത്. അത് കൃത്യമായി പരിശോധിച്ച് അതിൽ ഒരു ഉറപ്പ് വരുത്തണം. മന്ത്രിയും അക്കാര്യം തന്നെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവുമെന്ന് തോന്നുന്നു. അതായത് ഈ വഴി, ഈ കമ്പി നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പി നേരെ പോകുന്നത് ഈ തുടങ്ങുന്ന ഭാഗമാണിത്. ഇത് ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ വൈദ്യുതി പോസ്റ്റുമുണ്ട്. ആ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് കമ്പിയിൽ നിന്ന് കെട്ടിയിറക്കിയ വൈദ്യുതി കമ്പിയാണിത്. ഈ കമ്പി നേരെ ഇങ്ങനെ കെട്ടി കൃത്യമായി ഒരു വശത്തുകൂടി തന്നെ കൃത്യമായി ഇവിടെ ചുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു കമ്പുണ്ട് ഇവിടെ. ആ കമ്പിന്റെ ഭാഗത്ത് ഇത് കൃത്യമായി ചുറ്റി വളരെ നേരെ തന്നെ ഒരു ഭാഗത്തുകൂടി കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത്, അതിൻ്റെ അറ്റഭാഗം, അവസാനിക്കുന്ന ഭാഗം കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ അപകടം നടന്ന ദൃശ്യത്തിൽ കണ്ട ആ ഭാഗത്ത് ഉള്ള തോടിൻ്റെ കരയിലും ആ വെള്ളത്തിലുമൊക്കെ ആയിട്ടാണ്, കുറുകയായിട്ടാണ് ആ കമ്പി ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ അതിൻ്റെ കളർ കറുപ്പ് നിറമാണ്. ഒരിക്കലും തന്നെ പ്രത്യേകിച്ചും അധികം ലൈറ്റൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ശ്രദ്ധയിൽ ഒരു ഘട്ടത്തിൽ പോലും അത് ശ്രദ്ധയിൽ പെടില്ല എന്നത് തന്നെയാണ് കാര്യം. നമ്മൾ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ഈ കമ്പി നോക്കി പോകുന്ന സമയത്ത് നമുക്ക് തന്നെ അത് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ അധികം വെളിച്ചമൊക്കെ വീടിരിക്കുന്ന ഒരു സമയവുമാണ്. തീർച്ചയായിട്ടും ആ കുട്ടികൾക്കത് അബദ്ധത്തിൽ, ആ കുട്ടികൾ അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു കമ്പി അവിടെ ഉണ്ടായിരുന്നത് എന്നത് നമുക്ക് നിസ്സംശയം പറയാം. അവർ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതുമാണ്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെ അവിടെ എന്തായാലും ചെറിയ കുട്ടികളാണ്, അവർക്കിപ്പോൾ എന്തായാലും വൈദ്യുതി പോസ്റ്റിൽ കയറി അങ്ങനെ ഒരു ബുദ്ധി നടത്താനൊന്നും അവരെ കൊണ്ട് കഴിയില്ല എന്ന് ഉറപ്പാണ്. എന്തായാലും വളരെ നേരത്തെ തന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കമ്പിയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതാര് സ്ഥാപിച്ചു, അതിന് അനുമതി ഉണ്ടായിരുന്നോ, എങ്ങനെ അത് അവിടെ വന്നു എന്നുള്ള കാര്യത്തിലൊക്കെയാണ് നമുക്കൊരു വിശദമായ അന്വേഷണം നടത്തേണ്ടത്. അതിലാണ് ഒരു കൃത്യതയും വ്യക്തവുമായ ഉത്തരം ലഭിക്കേണ്ടത്. മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ അത് മുന്നോട്ട് വെക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും. പക്ഷെ അപ്പോഴും ഇവർ ഉന്നയിക്കുന്ന, എടുത്തു പറയുന്ന ഒരു കാര്യം രാഷ്ട്രീയമായി, അതായത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചിലർ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു, പ്രതിഷേധമുണ്ടാക്കുന്നു എന്നുള്ള രൂപത്തിലൊക്കെ തന്നെയാണ്. സ്വാഭാവികമായും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഈ രീതിയിലുള്ള കാട്ടുപന്നി ശല്യങ്ങൾ, അതല്ലെങ്കിൽ ആന കുത്തിയൊരാൾ മരിക്കുന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പൊക്കെ ആവുന്ന സമയത്ത് ആ പ്രതിഷേധത്തിന്റെ കനം കൂടും, തോത് കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കൂടെ നടക്കുന്ന സാഹചര്യമാവുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മളിപ്പോൾ വീണ്ടും ആ വൈദ്യുതി കെണിയൊക്കെ കണ്ട ആ ഭാഗത്തു നിന്നും തിരിച്ച് അപകടം നടന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് അത് ഒരിക്കൽ കൂടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട വൈദ്യുതി പോസ്റ്റിൽ നിന്നും കെട്ടിയിറക്കിയ കമ്പിയുടെ അറ്റമാണ്, നെറുകെ കുറുകെ വെച്ചിരിക്കുന്ന കമ്പിയാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ഒരിക്കൽ പോലും അത് നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല എന്നത് വ്യക്തവുമാണ്. ഇങ്ങോട്ടേക്കാണ് അവർ മീൻ പിടിക്കാൻ ഇറങ്ങിയത്. ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ വെള്ളം ഒഴുകുന്ന, ഈ ചെറിയ രീതിയിലുള്ള വെള്ളം ഒഴുകുന്ന ഇങ്ങോട്ടേക്കാണ് അവർ മീൻ പിടിക്കാൻ ഇറങ്ങിയത്. അബദ്ധത്തിൽ അത് വൈദ്യുതിയിൽ കെണിയിൽപ്പെട്ട് അവർക്ക് ഷോക്കേൽക്കുകയായിരുന്നു. ജിത്തു എന്നയാൾ മരണപ്പെടുകയും മറ്റു 2 പേർ, ഒരാൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്, മറ്റൊരാൾ നിരീക്ഷണ മുറിയിലുമാണുള്ളത്. അവർ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ്, അവരുടെ പക്കലുണ്ടായിരുന്നതായി കരുതുന്ന കത്തി,
എന്നിവയെല്ലാം ഈ തോട്ടിൽ തന്നെ ഉപേക്ഷിച്ച നിലയിൽ കാണുന്നുമുണ്ട്. അത് ആ സമയത്ത് രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടി ശ്രമിച്ച സമയത്ത് അവിടെ അത് ഉപേക്ഷിച്ച് പോയതുമാണ്. ഇപ്പോൾ പോലീസ് എത്തി, പോലീസ് അവരുടെ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ള വേലിയും ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ് കാര്യം.